നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാമറ ഓണാക്കി അങ്ങ് നിൽക്കുവേ, പറയത്തില്ല. ഞാൻ ഇപ്പം നോക്കിയിരുന്ന എനിക്ക് മനസ്സിലാവും ഓണാക്കിയെന്നല്ലേ. ഞാനിവിടെ ഇരുന്ന് കാണിക്കുന്ന ഗോഷ്ഠികളല്ലോ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഗോഷ്ഠീസ് കാണിച്ചും അങ്ങനത്തെ കാണിച്ചൊക്കെ അല്ലേ ആൾക്കാർ വൈറലാകുന്നത് അല്ലേ. എന്ത് തോന്നിയാസം കാണിച്ചും ഒക്കെ അല്ലേ വൈറലാകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇന്നിപ്പോൾ ഇല്ലേ ബഡ്ജറ്റ് റേറ്റിലുള്ള ബനാറസി സാരികളുടെ ഒരു നല്ല സൂപ്പർ കളക്ഷൻസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ബഡ്ജറ്റ് റേറ്റ് ബനാറസി ഭയങ്കര ആവശ്യക്കാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബനാറസി നമ്മൾ എപ്പോഴും യൂഷ്വലി ഫങ്ഷൻ വെയർ സാരി ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം അതെന്നാണെന്നറിയോ, അത് കഴിഞ്ഞ് പിന്നെ ഫങ്ഷൻ വെയർ സാരിക്കുള്ള ഒരു കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ ഫംഗ്ഷൻ തന്നെ കഷ്ടിയാ. ചിലരൊക്കെ 3 ഫംഗ്ഷനൊക്കെ കൊടുക്കും, 2-3 ദിക്കിലൊക്കെ ആണെങ്കിൽ, എന്നാൽ പോലും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഫങ്ഷൻ വെയർ സാരി ആകുമ്പോൾ ബനാറസി ആകുമ്പോൾ നല്ല ഹെവി റേറ്റ് കൊടുത്തതാണെന്ന് തോന്നിക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് എപ്പോഴും ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി റേറ്റ് കയ്യിൽ നിന്ന് മുടങ്ങുന്നുമില്ല. ബഡ്ജറ്റ് റേറ്റുള്ള ബനാറസി എല്ലാ റേറ്റിലും ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പം ഇത് 1499 ആണെന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാം അല്ല, അങ്ങനെയാണെന്ന് എനിക്ക് സ്ക്രീനിലുണ്ടല്ലോ വില. ഇത് കണ്ടോ, ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു സാരിയാണ് ഇതിപ്പോൾ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ്, അതിൽ കൂടെ ഈ ഒരു ഗോൾഡൻ വീവിങ്, എന്നിട്ട് ഇങ്ങനെ ചില്ലി റെഡ് കളറുള്ള ബോർഡറുമായിട്ട് എന്നിറങ്ങിയാലും എന്തേലും കാണിച്ചാലും ഇതിന് ഒരിക്കലും ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞു പോകത്തേയില്ല. എപ്പോഴും വേണം. അതിനെന്താണെന്ന് ചോദിച്ചാൽ ഈ വൈറ്റേൽ ഇത് വരുമ്പം ഭയങ്കര ഇതാണ്. മുന്താണ്ടി നോക്ക്, അടിപൊളിയായിട്ടുള്ള ചെക്വാർഡ് വീവി, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൻ്റെ വില 1490 അങ്ങനെ എത്രയേ ഉള്ളൂ. ഇത് പക്ഷെ 2500, 3000, 4000 ഒക്കെ വിലയ്ക്ക് നമ്മുടെ ഈ ഒരു ടൈപ്പ് സാരി ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിക്കൊണ്ടുതന്നെ ഇതിന് വില എപ്പോഴും അത്രയും തന്നെ മതിക്കും. ശരിക്കും ഞാൻ പറയുക, കാരണം ഒട്ടും ഈ വിലയ്ക്ക് കിട്ടിയതാണെന്ന് തോന്നുകയില്ല. അത്രയ്ക്ക് ക്വാളിറ്റിയോട് കൂടിയാണ് ഇതിൻ്റെ വീവിങ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റഫ്, ഇതിൻ്റെ ബനാറസി എന്ന് പറഞ്ഞാൽ വിസ്കോസ് മിക്സ് ആയിട്ടുള്ള ഒരു ബനാറസി. വിസ്കോസിൻ്റെ പോലെ തീരെ ഒട്ടിയല്ല കിടക്കുന്നത്, എന്നാലും ഭയങ്കര ഹെവി അല്ല. അങ്ങനെ നല്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷൻസ് കാണിച്ചതാ. ഈ ബ്ലൗസ് കാണിച്ചിട്ട് ഇതാണ് ബ്ലൗസ്. നല്ല ചില്ലി റെഡിൽ ബുട്ടായുള്ള ബ്ലൗസ്. ലൈനിട്ട് തയ്ച്ചാൽ മതി. കളറിൻ്റെ നല്ല ഡാർക്ക് മെറൂണും ബോട്ടിൽ ഗ്രീനും കൂടെ കോമ്പിനേഷനായിട്ടുള്ള കളറ്. എപ്പോഴും എല്ലാം നല്ല എടുപ്പ് ഫീൽ ചെയ്യിക്കുന്ന ആ സാധനം. അപ്പോൾ അവിടെ ടാഗില്ലാത്ത വശം കാണിക്കും. എന്താണ് കാണിക്കാതെ നല്ലല്ലേ. ഈ വെള്ളയുടെ സാരിയാണെന്ന് തോന്നുമോ? സത്യമായിട്ടും തോന്നത്തില്ല. അതിൽ കൂടുതൽ തോന്നിക്കല്ലേ. 2500, 3000 സത്യമായിട്ടും തോന്നി. ചുമ്മാ ഇതിന് വേണ്ടി പറയുന്നില്ല. കാരണം ഇത് നിങ്ങളുടെ കൈക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിളിക്കൂലേ, അത്രയും ഇതുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇതാണ് മുന്താണി കേട്ടോ. ബ്ലൗസ് പ്ലെയിനിൽ ബുട്ടാസ് വന്നിട്ട് ഈ ഒരു ബോർഡറുമായിട്ട്. ബ്ലൗസ് കാണിച്ചു തരാം. ഇതാ ബ്ലൗസ്, ബോട്ടിൽ ഗ്രീനിൻ്റെ. കുറേ വന്ന് ചാടിയിട്ടുണ്ട് ഇങ്ങനത്തേത്. ഇനി വയലറ്റ് വിത്ത് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. നല്ല ജക്വാർഡ് വീവിങ് ആണ് ഈ ഒരു ബോർഡറിന് പോയിരിക്കുന്നത്. വിസ്കോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ വിസ്കോസ് എന്ന് ഞാൻ പറയുന്നില്ല. പ്യുവർ വിസ്കോസ് എന്ന് പറയുമ്പോൾ അങ്ങ് പറ്റിക്കിടക്കുന്ന, ശരീരം അങ്ങ് ഒട്ടിക്കിടക്കുന്ന ഒരു മട്ടാണ്. ഇതങ്ങനല്ല, ഒരു ഇച്ചിരി സിൽക്കിയാണ് എന്നും കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, അത്രേ ഉള്ളൂ. കാരണം നല്ലപോലെ കുറവാണ്. ഫ്ലോയി ആയിട്ട് ഒഴിയൊന്നും പോകത്തില്ല. പക്ഷെ അങ്ങനത്തെ ടൈപ്പ് സാരിയാണ്, സിൽക്കി ആയിട്ടുള്ള. ഇത് വരും ബോർഡർ. മുന്താണിയുടെ ഇങ്ങനെ. ഞാൻ ഇതിൻ്റെ ബുട്ടാസ് കണ്ടപ്പോൾ എല്ലാത്തിൻ്റെയും മുന്താണിയും എല്ലാം ഒരുപോലെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. ഇപ്പോഴാണ് ഓർത്ത് കണ്ടത്. ഞാൻ ഓർത്ത് എല്ലാം ഒരേ കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇതിൻ്റെ ബ്ലൗസ് സെയിം ആണേ, മുന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബ്ലൗസ് ഇതേ കണ്ടോ. ബ്ലൗസ് എല്ലാത്തിനും ഒരുപോലെ തന്നെ. കാരണം ഈ ഒരു ബുട്ട വന്നിട്ട് ഈ ഒരു ബോർഡറായിട്ട് കോൺട്രാസ്റ്റ്.
ഇത് കാണിച്ചോ? ഇത് മുമ്പേ കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റ്. മുമ്പേ മെറൂണും പച്ചയും കാണിച്ചു, ഇപ്പോൾ പച്ചയും. ഇത് മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചില്ലി റെഡ് ഷെയ്ഡാണ് ബോർഡറിന്. ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ കൊടുത്തു. നല്ല വിലപിടിപ്പുള്ള സാരി കൊടുത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു സങ്കടവും വരണ്ട. കൊടുക്കുന്നവർക്കേ, മേടിക്കുന്നവർക്കേ. ബ്ലൗസ് കാണിക്കണ്ടല്ലോ, കാണിച്ചു തരാം കേട്ടോ. ചില്ലി റെഡ് വിത്ത് ബോർഡർ വിത്ത് ബുട്ട. ചില്ലി റെഡ് വിത്ത് ബോർഡർ വിത്ത് ബുട്ട. ഒരു വാടാമുല്ലയുടെ ഡാർക്ക് ഷെയ്ഡ്, വൈൻ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടോ? കളറ് കറക്റ്റാണോ? ബോർഡർ നോക്ക്. ഈ ബോർഡർ കാണിക്കണം കേട്ടോ. പകുതി വീഡിയോയിലും ബോർഡർ കാണിക്കുന്നില്ല ചുവന്നേരെ. തോന്നുന്നു എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്ന പോലെയല്ലേ എല്ലാവരും കാണുന്നത്. എന്താണ് ഇങ്ങനെ ബ്ലൗസ് വേണ്ടേ? ഇങ്ങനെ കണ്ടോ? അയ്യോ, ഞാനിതെല്ലാം ബോഡിയെ വെച്ച് കാണിക്കണമെന്ന് വിചാരിച്ച് മറന്നുപോയി. അങ്ങനെ കാണിച്ചാലേ അതിൻ്റെ ഒരു ബൂട്ടി അറിയിക്കാം. എന്താണെങ്കിലും കൂടെ കാണിച്ചിട്ട് കാണിക്കാവേ. എന്താണ് എന്നാ രസം ഇതിൻ്റെ എല്ലാം വീവിങ് എന്നറിയാമോ? ഈ വീവിങ്ങിൻ്റെ ഡിസൈന് വ്യത്യാസം വരുന്നുണ്ടെന്നേ ഉള്ളൂ, വേറൊരു വ്യത്യാസം ഇല്ല കേട്ടോ. പക്ഷെ എന്ത് രസം എൻ്റെ വീവിങ് എന്നറിയാമോ? അറിയാമോ കുട്ടി? നല്ല കളർഫുൾ അല്ലേ? നല്ല ഒരു വയലറ്റ് ഷെയ്ഡാട്ടോ. തീപ്പെട്ടി കളർ എന്നൊക്കെ പറയില്ല. ആ തീപ്പെട്ടി കളറിൻ്റെ അത്രയും ഡാർക്കല്ല കേട്ടോ. ഈ സാരി ഉണ്ടല്ലോ, ഈ സാരി ശരിക്കും ഈ സെയിം ഡിസൈൻ സെയിം സാരി നിങ്ങൾ കണ്ടതാ. പക്ഷേ ചെറിയ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അത് ചെറിയ ഇതുപോലെ തന്നെ ബോക്സ്, ഇപ്പം ഇങ്ങനെ ഈ ബോക്സ് പ്രിന്റ് വരുന്നത് അല്ലെങ്കിൽ ഈ ചെക്ക് പ്രിന്റ് വരുന്നത് ഇപ്പം നല്ല ട്രെൻഡായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ 2 ഷെയ്ഡും കാണിച്ചതാ. അന്ന് വന്നത് മുഴുവൻ തീർന്നു പോയി. പക്ഷേ അത് സെയിം അല്ല, ഇത് ഒരു ചെറിയ വ്യത്യാസമുണ്ട് സ്റ്റഫിലും കാര്യത്തിലൊക്കെ. ഡയറക്റ്റ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതാണെന്ന് ഓർക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെ റേറ്റിലും ഒരു 100 രൂപയുടെ വ്യത്യാസമുണ്ട്. അത് സെയിം അല്ല, വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ചെക്ക് ബോർഡർ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അത് തന്നെയാണ്. സ്റ്റഫി വ്യത്യാസമുണ്ട്. ചെക്ക് അല്ലെങ്കിൽ ബോക്സ് ബോർഡർ എന്ന് പറയും. ബോക്സ് ബോർഡർ അല്ല, ബോഡി. ഞാൻ ഈ ഇടത്തേക്ക് വീഡിയോയ്ക്കകത്തൊക്കെ ഉണ്ടല്ലോ, ബോർഡറിന് മുന്താണി എന്ന് പറയുന്നുണ്ട്, മുന്താണിക്ക് ബോർഡർ എന്ന് പറയുന്നുണ്ട്. എന്നെയൊക്കെയാണോ ഇവിടെ നിൽക്കുന്ന ഒറ്റ ഒരാൾക്ക് ബോധം ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് തെറ്റാണ്. ഞാൻ സ്വയം തിരിച്ചറിയുകയോ ചെയ്ത്. അല്ല അതൊന്ന് കേട്ടായിരുന്നോ? പിന്നെ ഇന്നത്തെ കേട്ടിട്ട് പിണ്ടാതിരുന്നായിരിക്കും. കേട്ടിട്ടൊന്നും ഇല്ലേ, ചുമ്മാ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പറയണം, തെറ്റിച്ചാ പറയുന്നതെന്ന്. ഇത് വരും ഇതുപോലെ. ഇത് സാരിയുടെ വർക്ക് ഡിസൈന് എല്ലാം വന്ന് കാണിച്ചതുമായിട്ട് സെയിം ആട്ടോ. ഈ സ്റ്റഫിൽ ഒരു ചെറിയ വ്യത്യാസം, ഒരു പൊടിക്ക് ഇച്ചിരി കൂടി ഒരു സിൽക്കി ആയിട്ടുള്ള കട്ടിക്കൊരു വ്യത്യാസം വരുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഞാൻ ഒരു വേള ഞാൻ ആലോചിച്ച ആൾക്കാർ തെറ്റിദ്ധരിക്കുമോ, റേറ്റ് താത്ത് മറ്റേതിൻ്റെ തന്നെയിലേക്ക് പോട്ടേന്ന്. പക്ഷെ നമുക്കത് നഷ്ടമായി പോകും. അതുകൊണ്ടാണ് പിന്നെ ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. ഇങ്ങനെ ബ്രൊക്കേഡ് വരുന്ന ബ്ലൗസ്. മറ്റേ ഇത്രയും നേരം കണ്ടത് നമ്മൾ ബൂട്ടാസ് വരുന്ന ബ്ലൗസ് അല്ലേ, ഇത് ബ്രൊക്കേഡ് വരുന്ന ബ്ലൗസാണ്. ബോഡിയിൽ നല്ല രസമാണ് ബ്ലൗസ് കാണാൻ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു മറ്റേ ബാവഞ്ചി ആ ഒരു ഫീല് തോന്നിക്കും. മുന്താണിക്ക് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് വേണം. അന്നിപ്പോൾ ഞാനിത് കാണിച്ചപ്പോൾ ഇതിൻ്റെ മഞ്ഞയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. മഞ്ഞ പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കണം, മഞ്ഞ നമ്മുടെ സാരി ശേഖരത്തിൽ വേണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല. മഞ്ഞ പെട്ടെന്ന് തീർന്നു പോയി. മറ്റേ തീർന്നു കേട്ടോ, പച്ച പെട്ടെന്ന് തീർന്നു. ഇത് അതിൻ്റെ ആ സാരിയുടെ തന്നെ മഞ്ഞ കളറിൽ ഒരു ചെറിയ വ്യത്യാസം അന്നത്തേതിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, മുന്താണി ഇങ്ങനെ വരും. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ബ്രൊക്കേഡാണ് ബ്ലൗസ്. മഞ്ഞയും പച്ചയെന്ന് പറഞ്ഞാൽ നല്ല കരിപ്പച്ച. ഇതുണ്ടോ ടാസിൽ നോക്ക്. അപ്പോൾ പച്ചയുടെ ഒരു ഇത് മനസ്സിലാവും. അത് ഈ വീവിങ് ഇങ്ങനെ നല്ല കനത്ത വീവിങ് ആകുമ്പോഴത്തേനും നമുക്ക് തിരിച്ചറിയാൻ പാടാം കളറ്. ഇതേ ഈ സാരി കണ്ടോ,
നല്ല കാഞ്ചിപ്പട്ട് സാരി എന്ന് വേണമെങ്കിൽ പറയാം, കാഞ്ചി സിൽക്ക് എന്ന് പറയാം. അത്രയ്ക്ക് നല്ല സ്റ്റഫാണ്, നല്ല വില കൂടിയ കാഞ്ചീപുരം സാരിയുടെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫാണ്. ഇത് മുന്താണിയാണ്. ഞാൻ സ്റ്റഫ് കാണിക്കാം. ഉണ്ടോ മുന്താണി ഇങ്ങനെ ബോർഡർലെസ് ആയിട്ടുള്ള സ്ക്വയർ ഡിസൈന് ഏത് സാരിയെ വന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഇങ്ങനെ ഇതെല്ലാം വീവിങ് ആണ്, ബോർഡർലെസ് ആണ്. ഇത് തനി കാഞ്ചീപുരം സാരിയുടെ അസൽ പ്യുർ കാഞ്ചീപുരം ഒന്നും ഞാൻ പറയുന്നില്ല, കാഞ്ചിപ്പട്ടം തന്നെയാണ് ഇതിലും പറയുന്നത്. അതിൽ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞത്, പക്ഷെ നല്ല സിൽക്ക് സാരിയാണ്, പട്ട് സാരിയാണ്. പിന്നെ ഇതെല്ലാം വീവിങ് ആണ്. നല്ല ഒരു തീപ്പട്ടി കളർ അല്ലെങ്കിൽ വാടാമുല്ലയുടെ ഡാർക്ക് ഷെയ്ഡ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും, ബോഡി ബോർഡർലെസ് ആണ്. ഇനി ബ്ലൗസ് വന്നിട്ട് ബ്ലൗസിൻ്റെ കയ്യിൽ ബോർഡർ ഉണ്ട്, ബോഡിക്ക് ഇതിന് ബുട്ടായി ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ബുട്ടാസ്. അത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഭയങ്കര ഭംഗിയായിരിക്കും. കയ്യിൽ ബോഡിയിൽ ബോർഡർ ഇല്ല, അവിടെ ഇവിടെ സ്ക്വയർ, എന്നിട്ട് നല്ല റിച്ചായിട്ടുള്ള പല്ലു, എന്നിട്ട് ബ്ലൗസ് വന്നിട്ട് ചെറിയ ചെറിയ ബുട്ടാസും കയ്യും ബോർഡറും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, എന്നാ രസമായിരിക്കും. ഇതിന് വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കുറവായതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഓൺലൈനിൽ കാണിക്കുമ്പോൾ മിനിമം ഇത്ര സ്റ്റോക്കെങ്കിലും ഇല്ലേ, കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ സാരി നിങ്ങൾക്ക് നല്ല ഓർമ്മ കാണും, കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചതാണ്. ഞങ്ങളുടെ ഇന്ന് സ്റ്റോക്ക് എല്ലാം തീർന്നു പോയി. അപ്പോൾ റീസ്റ്റോക്ക് വന്നത് അന്ന് ഞാൻ ആകെ 2 കളറേ കാണിച്ചു, അല്ല ഒരു കളറിൻ്റെ തന്നെ 2 ഡിസൈനാണ് കാണിച്ചത്. ഇന്നിപ്പോൾ 2 കളറ് ഒരേ ഡിസൈൻ, നല്ല പച്ച, കരിപ്പച്ച. ഈ ചിലർ പറയും കരിപ്പച്ച, ചിലർ പറയും ഇത് ടിഷ്യൂ സോഫ്റ്റ് സിൽക്ക് സാരി, ഇത് ബനാറസി ബോർഡർ. എല്ലാം അടിപൊളി സാരി കേട്ടോ. ഞാൻ ഈ സാരിയെ പറ്റി അന്ന് പുകഴ്ത്താൻ എനിക്ക് ഒന്നുമില്ല, അതുപോലെ ഞാൻ പറഞ്ഞു. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. മേടിച്ചവരൊക്കെ ആരാണെങ്കിലും എനിക്ക് ഉറപ്പാണ് ഇഷ്ടപ്പെടും. ഇത് കണ്ടോ മുന്താണി നോക്ക് നിങ്ങൾ, എന്നാ രസമാണെന്ന് കാണിക്കും. അതിൻ്റെ അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ മുന്താണിയുടെ ഭംഗി മുഴുവൻ ക്യാമറയിൽ ഒപ്പിയിരിക്കണം എന്ന്. ഇന്ന് ഒപ്പാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഒപ്പും. പിന്നെ രസമല്ലേ ആ വീവിങ് ഒക്കെ ചെയ്ത മനുഷ്യരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് കാണിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ എനിക്കിഷ്ടപ്പെട്ട പാർട്ട്, അന്ന് ഞാനിത് തന്നെ പറഞ്ഞു, ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്ലൗസാണ്. ആ ഒരു മുന്താണി തന്നെ ബ്ലൗസ്. ഓഹ് എന്നാ രസമാണോ, എനിക്കിപ്പോൾ തയ്ച്ചിടാൻ തോന്നുന്നു. ഓലെ ഇഷ്ടമാണ് ഈ ബ്ലൗസിൻ്റെ ബ്ലൗസ്. നമുക്ക് ഈ ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കേരള സാരി ഇപ്പോൾ വിഷു ഒക്കെ വരുമ്പോൾ കേരള സാരിക്ക് ഈ ബ്ലൗസ് വേണമെങ്കിൽ പെയർ ചെയ്യാം, അടിപൊളിയായിരിക്കും. ഇതിന് പെയർ ചെയ്യാം, ഇതിൻ്റെ ബ്ലൗസാണ് എന്നും പറഞ്ഞാൽ അതിനും ഇടാം, നല്ല അടിപൊളിയായിട്ടിരിക്കും. നല്ല സോഫ്റ്റാണ്, ടിഷ്യൂ സിൽക്ക് ആണെങ്കിലും സോഫ്റ്റ് ടിഷ്യൂ ആണ് കേട്ടോ. ഇനി അതിൻ്റെ ഈ കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ റിപ്പീറ്റ് ചെയ്ത് ഇതിൻ്റെ കാണിച്ചിട്ടാണ് ഞാൻ കിടന്ന് ബഹളം മുഴുവൻ വെച്ചത്. ഇവിടെ കിടന്ന് അയ്യോ എന്ത് രസമാണോ ഇത് ഉടുക്കണം എന്നും പറഞ്ഞ് ഞാൻ കുറേ ബഹളം വെച്ചു. പക്ഷേ സമയം നമ്മളെ അനുവദിച്ചില്ല. ഈ ടിഷ്യൂ സിൽക്ക് ചെയ്യുമ്പോഴേ അതിന് ഇങ്ങനെ ഇതിലൊരു വീവിങ് ഉണ്ട്, അത് ചെയ്തെടുക്കുന്നൊക്കെ അല്ലേ, സമ്മതിക്കണം. മുന്താണിതേണ്ട കണ്ട ബ്ലൗസ് ഇത് തന്നെ സെയിം. അപ്പം ഇന്ന് കാണിച്ചതെല്ലാം വളരെ ബഡ്ജറ്റ് റേറ്റിലുള്ള ബനാറസി സാരികളാണ്. ഞാനിവിടെ വീഡിയോ എടുക്കൽ മാമാങ്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ നാളെ അടുത്ത ദിവസം ബാംഗ്ലൂർക്ക് പോവുക പർച്ചേസിന്, നിങ്ങൾക്ക് വേണ്ടി കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ഇപ്പം എന്തിനാണ് പർച്ചേസിന് പോകുന്നതെന്ന് പലരും ചിന്തിക്കും. ഇപ്പം സീസണൊന്നുമല്ല, പക്ഷേ ഇപ്പം പോകണമെന്ന് എൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നേരം ഒന്നും വീഡിയോ ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഇരുന്നത്. അഴകൊഴാന്ന് പറഞ്ഞ് അവിഞ്ഞ് കുത്തി മടുത്തിരുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പം എന്നാ നല്ല ബനാറസി സാരികളാണ് ഓരോന്നൊക്കെ വാങ്ങിച്ചു വെച്ചോ. ഇപ്പോൾ ഫംഗ്ഷൻ ഇല്ലെങ്കിലും വാങ്ങിച്ചു വെച്ചോ. പിന്നെ എപ്പോഴും ഒന്നും ബഡ്ജറ്റ് റേറ്റിലുള്ള ബനാറസി കിട്ടലില്ല, അത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.